അത്തനിലാവ് വിണ്ണിൽ തെളിഞ്ഞതോടെ ഇനി 10 നാളുകൾ പൂക്കളങ്ങളുടെയും സമൃദ്ധി നിർഭരമായ പൂവിളിയുടെയും ആരവങ്ങൾ ഉയരുകയായി. വെള്ളിയാഴ്ചയോടെ അത്തം പിറന്നതോടെ നാടും നഗരവും ഓണാഘോഷത്തെ വരവേൽക്കാനുള്ള ആവേശവുമായി ഒരുക്കങ്ങൾ സജീവമായി നീങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള 10 നാളുകൾ വീട്ടകങ്ങളിലെ മുറ്റങ്ങൾ പൂക്കളങ്ങളുടെ വർണ്ണശോഭയിൽ മിന്നിത്തിളങ്ങുകയായി. ഓരോ തവണയും ഓരോ വീടുകളിലെയും പൂക്കളങ്ങളിൽ ഡാലിയയും ജമന്തിയും തന്നെയാണ് താരശോഭയിൽ വിടർന്ന് പരിലസിക്കുന്നത്. കർണാടകയിലെ ഗുണ്ടൽപേട്ട, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ തൊമാളയിൽ നിന്നുമൊക്കെ ജമന്തി, ഡാലിയ, ചില്ലി റോസാപ്പൂക്കൾ, ഗോൾഡൻ ഫ്ലവറുകൾ എന്നിവ എത്തിത്തുടങ്ങി. അത്തത്തലേന്നും തൊട്ടുമുൻപുള്ള ബുധനാഴ്ചയും സംസ്ഥാനത്തെ ഒട്ടുമിക്ക നഗര ഗ്രാമപ്രദേശങ്ങളിലെ പൂവിൽപ്പനയുടെ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലും വഴിയോര പൂക്കടകളിലും പൂക്കൾ എത്തിക്കഴിഞ്ഞതോടെ പൂവിപണി ഉണർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെക്കാളും ഇക്കുറി പല പൂക്കൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ കിലോഗ്രാമിന് 240 രൂപ മുതലാണ് പൂക്കളുടെ വിലകൾ ആരംഭിക്കുന്നത്. ഡാലിയ പൂക്കൾക്ക് 300 രൂപ മുതലാണ് വില. അതേസമയം ചില്ലി റോസ്, വെള്ള എന്നിവയ്ക്ക് 350 രൂപ മുതൽ 400 രൂപ വരെ വിലയുണ്ട്. ചുവപ്പ്, ഓറഞ്ച് ജമന്തിക്ക് 80 മുതലും വിൽപ്പന. മികച്ച ജമന്തിക്കും വിലയിൽ മാറ്റമുണ്ട്. ഗോൾഡൻ ഡാലിയയ്ക്കാണ് ഇക്കുറിയും ആവശ്യക്കാർ ഏറെയുള്ളത്. വാടാർമല്ലി 240 രൂപ എന്നിങ്ങനെയാണ് മാർക്കറ്റ് വില. അതേസമയം എല്ലാ പൂക്കളും അല്പം ചേർത്ത് 50 രൂപയുടെ കിറ്റുകളായും വ്യാപാരികൾ നൽകുന്നുണ്ട്. മുക്കം നഗരത്തിൽ സാധാരണ പൂക്കടകളിലും 10 ദിവസത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്ന കടകളിൽ മറുനാടൻ പൂക്കൾ അത്തനാളിന് 2 ദിവസം മുൻപേ എത്തിക്കഴിഞ്ഞു. കർണാടകയിൽ നിന്നും മറ്റുമായി ഇനിയും പല ഓണപ്പൂക്കളും വരാനുണ്ടെന്ന് വിനായക ചതുർത്ഥി കഴിഞ്ഞാൽ മാത്രമേ പൂക്കൾക്ക് അല്പമെങ്കിലും വില കുറയുകയുള്ളൂവെന്നും മുക്കത്തെ പൂക്കട വ്യാപാരി വിദ്യാധരൻ എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. കർണാടകയിലാണ് മെയിനായിട്ട് ഈ പൂക്കളെല്ലാം വരുന്നത്. കർണാടക ഇപ്പോൾ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ശനി ഞായറാണ് അവിടുത്തെ പ്രധാന ഉത്സവം. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വില അത് കൂടുതലായിട്ടാണ് ഇപ്പം വരുന്നത്. ചതുർത്ഥി കഴിഞ്ഞാൽ നമുക്ക് വില കുറച്ച് നമ്മുടേതായ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കാൻ കഴിയുള്ളൂ. ചെണ്ടുമല്ലി 100 രൂപ അവിടുത്തെ റേറ്റിലാണ്. വില കുറവ് ചെണ്ടുമല്ലിക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അവിടെ തന്നെ 100 രൂപ വരും. പിന്നെ വൈറ്റ് ജമന്തി 350 രൂപ, റോസ് ഐറ്റംസ് ഒക്കെ 350 രൂപ റേഞ്ചിലൊക്കെ ഇപ്പോൾ. ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി ആഘോഷം. ഇത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ കൂടുതൽ മറുനാടൻ പൂക്കൾ എത്തുമെന്നാണ് പറയുന്നത്. മറുനാടൻ പൂക്കളുടെ വരവുണ്ടെങ്കിലും നാടൻ പൂക്കളാൽ പൂക്കളം നിർമ്മിക്കുന്നതിലും സജീവതയുണ്ട്. സർക്കാർ സഹായത്തോടെ കൃഷിഭവനുകളുടെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലമടക്കം പലയിടങ്ങളിലും പൂക്കൃഷി നടത്തിയിട്ടുണ്ട്. ജമന്തിയാണ് മുഖ്യമായും കൃഷി നടത്തിയിട്ടുള്ളത്. മറുനാടൻ പൂക്കളെക്കാൾ ശോഭയ്ക്ക് അല്പം മാറ്റുകൂട്ടുമെന്നതാണ് നാടൻ പൂക്കളുടെ സവിശേഷത. ഇവയും അടുത്ത ദിവസങ്ങളിൽ വിപണി കീഴടക്കും. കുന്നിൻ ചെരുവുകളിലും തൊടികളിലും ചുറ്റിക്കറങ്ങി സമൃദ്ധിയുടെ പൂവേലിപ്പാട്ടിന്റെ താളവുമായി പൂക്കൂടകളിൽ ശേഖരിച്ച നാടൻ പൂക്കളാൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളും ഇക്കുറി ഒരുങ്ങുകയായി. തുമ്പപ്പൂക്കൾ, മുക്കുറ്റി, തെച്ചി, തുളസി, വാഴക്കൂമ്പ്, കൃഷ്ണകിരീടം, അരിപ്പൂവ്, ചെമ്പരത്തി, തൊട്ടവാടി എന്നിവയും അത്യാവശ്യത്തിന് തൊടികളിൽ നിന്ന് ലഭ്യമാകുന്നതിനാൽ വീടുകളിലെ പൂക്കളങ്ങളിൽ വിരിയാൻ അവയും തയ്യാറാവുകയായി. പഴമയുടെ കാലത്തെ ഓണനാളുകളിൽ 4 കെട്ടിലെ നടുമുറ്റത്ത് തീർത്തിരുന്ന നാടൻ പൂക്കളുടെയും ഇലകളുടെയും വർണ്ണശോഭയിൽ വിരാജിക്കുന്ന കാഴ്ചകൾ പഴമക്കാരുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുകയാണ്. പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ പ്രധാന ദിവസങ്ങളിൽ നാടൻ വർണ്ണപ്പൂക്കൾ മാറിയുള്ള കളമൊരുക്കലും വൈവിധ്യങ്ങളുടെ ചടങ്ങുകളും ഓരോ ഓണക്കാലം കഴിഞ്ഞു പോകുമ്പോഴും പഴമക്കാർ ആഘോഷിച്ചിരുന്ന അക്കാലത്തെ ഓണപ്രൗഢി ഓർത്തെടുക്കുകയാണ്, ഓളങ്ങളായി മിന്നിമറിയുകയാണ്.